ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു സ്ഥലം വരെ പോവുകയാണ്. നമ്മുടെ കുരുളാസിറ്റി വീട്ടിൽ അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ബസ് വരാറായിട്ടുണ്ട്. ഞാൻ താഴെ വീട്ടിലൊന്ന് കയറിയിട്ട് വേണം പോകാൻ. അതുകൊണ്ട് 10 മിനിറ്റ് നേരത്തെ ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി പോരെ, നമുക്ക് കാണാം. നല്ല വെയിലാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലുണ്ട്. വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സുഖം. രാവിലെയൊക്കെയാണ് ഭയങ്കര തണുപ്പ് കാരണം എനിക്ക് ഒട്ടും വയ്യ കേട്ടോ. തണുപ്പൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ താഴെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം. അപ്പോൾ നമ്മൾ താഴെ വീട്ടിലൊക്കെ കയറി തിരിച്ച് സിറ്റിയിലേക്ക് പോകാം കേട്ടോ. ബസ് വന്ന് അങ്ങനെ ബസ്സിൽ നോക്കി ഇപ്പം നിന്ന് തിരിയാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുപോലെ തിരക്കാണ്. സൺഡേയും കൂടെ ആയതുകൊണ്ട് എല്ലാവരും പുറത്തേക്കൊക്കെ പോകുന്നത് ബംഗാളികളാണ് കൂടുതൽ. അവർ ഈ വണ്ടിക്കകത്താണ്. അങ്ങനെ ഞാനും കയറി ഒരുവിധം നിന്നു. എന്നിട്ട് രാജകുമാരിയിൽ ഇറങ്ങി. എന്നിട്ട് എനിക്കൊരു സാധനം മേടിക്കാണ്ടായിരുന്നു, കുറച്ച് സ്ലൈഡൊക്കെ. അങ്ങനെ ഞാൻ അതൊക്കെയൊക്കെ ഒന്ന് മേടിച്ചിട്ട് ബസ് വരാനായിട്ട് ഞാൻ പിന്നെ അപ്പുറം പോയി നിന്നു. ഈ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ മലയാളികളാരാ ബംഗാളികളാരാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ രാജകുമാരിയിൽ തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ ബസ് വന്നപ്പോൾ ബസ്സിൽ കയറി. ബസ് വന്നത് ഞാൻ ആദ്യമേ ചാടിക്കയറി, അതുകൊണ്ട് എനിക്കിരിക്കാനുള്ള സീറ്റ് കിട്ടി. പിന്നെ ആയപ്പോഴത്തേക്കും ബസ് നിറഞ്ഞു, നിൽക്കാനും സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബസ് വന്നിറങ്ങി, മേളിലാട്ടോ ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് പിള്ളേർക്ക് 2 മിഠായിയൊക്കെ മേടിച്ചു. എന്നിട്ട് നടക്കുക. നല്ല വെയിലുണ്ട്, നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് വണ്ടിയിൽ ഭയങ്കര തിരക്കായിരുന്നേ. കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബംഗാളികളൊക്കെ ഇറങ്ങിയത് ആ ടൈമില്ല. അപ്പോൾ ഭയങ്കര തിരക്കാണ്. ഒരു ബസ്സും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1.5 മണിക്കൂർ അവിടെ നിന്ന് പോസ്റ്റായി. അപ്പോൾ ചേച്ചിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരിങ്ങ് പോകുന്നു കേട്ടോ. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരിങ്ങ് പോകുന്നു. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞാപ്പിയാണോ? കുഞ്ഞാപ്പി. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് കരവിട്ട് കയറിയിട്ടാണ് പോകുന്നത്. ഇനിയിപ്പം കരവിട്ടേക്ക് കയറി പോകട്ടോ. അയാളോട് 100 പ്രാവശ്യം പറഞ്ഞാൽ മനോജ് ലാസ്റ്റ് അടവെടുക്കാൻ പോകും. അത് അമ്മേനെ കണ്ടിട്ടാ. അത് അമ്മേനെ ചോറ് കളിച്ചോണ്ടിരിക്കാൻ നമ്മൾ കപ്പ വെക്കാൻ പോകണം കേട്ടോ. ഇതാണ് ഇവിടുത്തെ കുഞ്ഞൊരു പുറത്തൊരു അടുക്കള. അപ്പം ഇതാണ് നമ്മുടെ ഏലിക്കുട്ടിയമ്മയുടെ ഒരേ ഒരു ആങ്ങള. ഞങ്ങളൊക്കെ ഡായി എന്നാണ് വിളിക്കുന്നത്. തൊമ്മച്ചൻ എന്നാണ് പേര്. നമ്മുടെ ചാച്ചിയമ്മയുടെ നേരെ ഇളയതാണ് കേട്ടോ. അപ്പം ഡായിയാണ് തീയൊക്കെ കത്തിച്ച് തരാമെന്ന് പറഞ്ഞു കപ്പ വെക്കാനായിട്ട്. കപ്പ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് 4 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കപ്പയും പിന്നെ മീൻകറിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഉച്ചയായപ്പോൾ 12 മണി 12:30 ആയപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഊതാന്നാ വരാം. ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരും. പിന്നെ കുറുക്കുണ്ടായി കൊടുക്കാൻ വരുന്നുണ്ട്. പൊക്കോ, ഞാൻ വരും. മീൻകറി എടുത്തോണ്ട് വരാം. ചോറിരിപ്പുണ്ടോ അവിടെ? ചോറിരിപ്പില്ലേ? ഇച്ചിരി ഉള്ളു. എന്നപ്പൊക്കെ കഴിച്ചോ. ഇവിടെയൊക്കെ ചോറ് വേണ്ട. ഇത് എന്നതാടാ ഇത്? ചിലടാകുമ്പോ അമ്മേനെ ഓടിച്ചാൽ മതി പുറകില്. തൊലി പോവും. എന്താ ചേരാ? അങ്ങനെ മീൻ കറിയും അച്ചാറൊക്കെ കൂട്ടി ഞങ്ങൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്.
എന്നിട്ട് ഞാൻ താഴെ വീട്ടിലൊന്ന് പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ താഴെ വീട്ടിൽ വന്നു. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് മേലിലേക്ക് കയറി പോട്ടോ. അപ്പോൾ അവിടെ ബാബുച്ചേട്ടായി ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ അത് കാണാം കേട്ടോ, കാണാം. അപ്പോൾ ഇവിടെ ചേട്ടായത് ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കട്ടോ. ആദ്യത്തെയാണോ? മല്ലിയിലല്ലോ. എല്ലാവരും മണിയിലാട്ടെ. കുഞ്ഞാപ്പി ഓർക്ക ഉറങ്ങി. ആ വെട്ടമുണ്ട്, കാണാം. നല്ല വിറകെടുപ്പിൽ ഇങ്ങനെ കിടന്നുണ്ടാക്കുന്നത് പാകമല്ലേ അടുപ്പ് നിന്ന് ചെയ്യാൻ. അപ്പം അത് ചിക്കൻ്റെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി അത് എടുത്തുകൊണ്ട് വന്നിടും. അത് പറഞ്ഞു. ആ അത് പറ. അതെ വൈകിട്ട് അതെ ഞങ്ങളുടെ വല്യമ്മയുടെയും വല്യപ്പനും. അതെ 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 അതെ. കാര്യം അറിയണ്ടേ? കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്തിനാ ഇത് ഉണ്ടാക്കുന്നതെന്നുള്ള. സൺഫ്ലവർ ആണോ ഉപയോഗിക്കുന്നത്? അതെ ഭയങ്കര അതെ. ഇത് ചിക്കൻ ചിക്കൻ ഒരു ചിക്കൻ അങ്ങനെയൊക്കെ പറഞ്ഞോ? ചൂട് 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 മാറ്റി തിളച്ചോണ്ടിരിക്കുക എണ്ണയിൽ കേട്ടോ. ഫ്രൈ ആയിട്ട് വരണേ. അടിപൊളിയായിട്ട് ചിക്കൻ സെറ്റായിട്ടുണ്ട്. ആദ്യത്തേത് നീച്ചോടാ ചുന്തരാ. ലൈവ് വിടാൻ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ അമ്മ വീട്ടിൽ ഒത്തുകൂടുന്നത്. പിള്ളേരൊക്കെ നല്ല കളിയിലാണ്. ഷിജക്കുഞ്ഞാച്ചിയും ലിജിമോളും നിജോ ചേട്ടായി ഇത്രയും പേര് വന്നിട്ടില്ല മക്കളിൽ. ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. ഷിജക്കുഞ്ഞാച്ചി എന്ന് പറയുന്നത് ഡായിയുടെ മൂത്ത മോളാണ്. പിന്നെ ഷിജമ്മൻ ചേട്ടായി, അവർക്കൊക്കെ പിള്ളേരായി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നക്കുട്ടിയമ്മയുടെ മക്കൾ നിൻസി കുഞ്ഞാച്ചിയും നിജോ ചേട്ടായി. ചേട്ടായും വന്നിട്ടില്ല. ചേട്ടായിക്ക് 2 പിള്ളേരാണ്. അതുപോലെ കുഞ്ഞാച്ചിക്ക് 2 പിള്ളേരാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ലിജിമോള്, പിന്നെ ഞാൻ. അങ്ങനെ ഇത്രയും പേരാണ് ഞങ്ങൾ അമ്മ വീട്ടിൽ കസിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ ശേഷം ഞാൻ മാത്രം താഴെ വീട്ടിലേക്ക് പോകണം. അപ്പം ഏലക്കാടിൻ്റെ നടുവിലൂടെയാണ് ഞാൻ പോകുന്നത് കേട്ടോ. ചക്ക വീണ് ഉണ്ടോ? ചക്കക്കുരുവായിട്ട് നല്ല ചക്ക. ഈ ചക്ക ഞാൻ കൊതിച്ചിരുന്ന സമയത്ത് ചക്ക കിട്ടിയില്ല, ചുമ്മാ വീണുപോയി. എല്ലാം ചീഞ്ഞ് വീണുപോയി. കണ്ടോ? ഞാൻ ടോയ്ലറ്റിൽ പോകാനായിട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ അമ്മച്ചിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനയാണ് കേട്ടോ. ഇന്ന് അമ്മയുടെ അമ്മ മരിച്ച ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുടുംബ പ്രാർത്ഥന നടത്തണം. അപ്പോൾ അവർ കളിക്കാൻ കൂടുന്നില്ല അച്ഛൻ്റെ കൂടെ. ഇത് ആരുടെ വണ്ടി? ഇത് മുഴുവനും എയ്ഡൻ്റെ വണ്ടിയാണ്, എയ്ഡൻകുട്ടൻ്റെ. ഇത് ഏതൊക്കെ വണ്ടിയാണെന്നൊന്ന് പരിചയപ്പെടുത്തിക്കേ നോക്കട്ടെ. ബസ്. ബസ്. പിന്നെ ഇതേ കിടക്കുന്നതോ? ഓ അടിപൊളി. ബസ് അത് ബസ്സല്ല, അത് ഓട്ടോ. അത് കാറോ ഓട്ടോ എന്തോ.
ആ അത് കാട് സൂപ്പർ. കുഞ്ഞനെ എടാ എന്നമ്മാ പിന്നെ എപ്പോഴും കിടന്നവരെ ഇഷ്ടമുള്ളൂ. എപ്പോഴും അവർ ചെന്ന് കാണണം അല്ലേ? അതെ വല്ലപ്പോഴും വരാൻ പറയാ ചേച്ചോട്. ആ അവനെ കൊണ്ട് പറ്റില്ല മോനെ. പോണം വല്ലപ്പോഴൊക്കെ ഒന്ന് വന്നെന്ന് പറയണം അല്ലടാ. തന്നെ നടക്കാൻ പറ്റില്ല. നിങ്ങൾ അറിയില്ല അങ്ങോട്ട് വരാൻ. വണ്ടി കിടക്കുന്നത് കാണിച്ചു തരുന്നുണ്ടോടി. വണ്ടി പോണോ വെച്ചിട്ടോ പോപ്പ് വണ്ടിയില്? കാണ് പോപ്പ് വണ്ടി പോവാനാ വെച്ചിന്. ആ വണ്ടി പോപ്പ് വണ്ടി അവിടെ എന്തായാലും നോക്കട്ടെ. അപ്പോൾ ലാസ്റ്റത്തെ ഇട്ടിട്ട് കറക്കായിട്ടിട്ടുണ്ട്. കാശ്മീർ മുളകും മറ്റേ ചിക്കൻ കറി വെക്കാനുള്ള ആദ്യം വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് സവാളയും കൂടെ ഇട്ടൊന്ന് വയറ്റി എടുത്തിട്ട് ഇത് അരച്ചെടുക്കും അല്ലേ? അല്ലെങ്കിൽ പച്ചച്ചവ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ചിക്കൻ മുഴുവനും വറുത്ത് വെച്ചിട്ടുണ്ട്. സെറ്റായിട്ടുണ്ടേ. എല്ലാവരും പുറത്തുനിന്ന് വർത്താനം പറയും. ചട്ടി അതെ തക്കാളി 2 ആക്കി ഇട്ടിട്ടുണ്ടേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചേട്ടയുടെ വെറൈറ്റി കറിയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെയല്ല വെച്ചേ. അത് വേറെ ഇത് വേറെ. മെയിൻ സാധനം ഇല്ല കേട്ടോ, മല്ലിയില. അതെ കറിവേപ്പില എടുക്കാം. ഇനി ഇപ്പം അരക്കുന്നതിൻ്റെ കൊടുത്തിട്ടുണ്ടല്ലോ, അല്ലാണ്ടല്ലേ ഇടുന്നേ? അതെ അതൊക്കെയാണെങ്കിൽ നല്ലതായിരിക്കും. കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരക്കണമല്ലേ? ആ അരച്ചുകൊണ്ട് ഇങ്ങോട്ടെ. അല്ല കുറച്ച് കഴിഞ്ഞിട്ടേ സവാള ഇട്ടിട്ടുണ്ടേ. വൈകിട്ട് ഇങ്ങോട്ടോ, ഞാൻ വൈകിട്ട്. ചാച്ചാനെ വിളിക്കുന്ന ആരാ? ആരാ? അച്ചാച്ചേ. കറിവേപ്പില. കറിവേപ്പില എടുക്കട്ടെ. കറിവേപ്പില ഇതെവിടെ? കറിവേപ്പില നിൽക്കുന്നേ. ഞാൻ താഴെ വീട്ടിലിറങ്ങി വന്നു കുറച്ച് നേരം മുന്നേ. അപ്പോൾ അവിടെ മേളിൽ കറിവേപ്പൊക്കെ നടപ്പുണ്ട്. മുഴുവനും കാണിച്ചില്ല കേട്ടോ. ഇനി എന്താണെന്ന് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ചാച്ചിയമ്മ കുറച്ച് വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഞാനത് പിടിച്ച് വെച്ചിട്ട് എലിക്കുട്ടിയമ്മ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരത്തുള്ളൂ. ഫുഡ് സാധനങ്ങൾ മേടിച്ചുകൊണ്ടേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നിറയ്ക്കാം കേട്ടോ. ഈ ഓസിൽ വെള്ളം വരും. ഈ ഓസിൽ നമ്മൾ പിടിച്ച് നിറച്ച് വെക്കണം എല്ലായിടത്തും. ആ മതി. ചായക്ക് ഇട്ടേക്ക് വെള്ളം വെച്ചു. ആണോ? കറിവെക്കലാണോ? കാര്യം പറച്ചിലും കറിവെക്കലും അല്ലേ മെയിൻ? ഞാൻ അതിലേക്ക് ഇതിലേക്ക് ഇട്ടേക്കോ, ഉരുളി ഇത് ചെരുവത്തിലേക്ക്. പാൽവണ്ടിയൊക്കെ പോയിട്ട് സമയല്ലേ? അമ്മായി മേടിച്ചല്ല. അമ്മായി ഇവിടെ നിന്നാണോ മേടിക്കുന്നത്? അപ്പോൾ വൈകുന്നേരത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുറച്ച് കസേരയൊക്കെ വേണം. അതിന് ഡായി താഴേന്ന് കസേര എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഡായിയുടെ കൂടെ ഞാനും കസേര എടുത്തുകൊണ്ട് മേള് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് ഗ്രേവി. അടിപൊളി സെറ്റായിട്ടുണ്ട്. അടിപൊളി ഗ്രേവി. എണ്ണയൊക്കെ തിളച്ച് എണ്ണയൊക്കെ മാറി ഉണ്ടോ? ഗ്രേവി ആയത് ചിക്കൻ ഗ്രേവി. നമ്മളിനി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വെള്ളം പാത്രം തയ്യല്ലോ. വെള്ളം എടുക്കണ്ടേ? ഏതിലെ വെള്ളം എടുക്കണ്ടേ? ഇങ്ങോട്ടോ
അതിൽ നിറച്ച് മതിയോ? ആ അപ്പോൾ ഗ്രേവി ആക്കിയത് ഇൻഡാലിയത്തിന് ചെറിയൊരു ഉരുളിയിലായതുകൊണ്ട് ചേട്ടായി വേറൊരു വലിയ ഉരുളി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ശേഷം അതിൻ്റെ അകത്തേക്ക് ഗ്രേവി ഇട്ട് തിളപ്പിക്കുകയാണ്. എന്നിട്ടാട്ടോ ചിക്കൻ ഇടുന്നേ. ചിക്കൻ എടുത്തിടുകയാണ്. രണ്ടാക്കി വെക്കണം, അല്ലെങ്കിൽ പാത്രം ചെറുതുള്ളത് കൊണ്ട്. രണ്ട് പാത്രം. കറി റെഡി. കപ്പ കൂട്ടി കഴിക്കുക. 2 പാത്രം കഴിക്കാണ്. അതാശ്രീ വന്നിട്ടുണ്ട് കേട്ടോ. പിള്ളേരെല്ലാം കഴിക്കില്ല, ഞാനും കഴിക്കുമായിരുന്നേ. എന്താ കഴിക്കുന്നേ? കപ്പയും മീൻകറി. ഞങ്ങൾ 3 പേരും കൂടെ ഒരു സ്ഥലം വരെ ഇറങ്ങി പോവാണേ. അതെ, ചേര മൂർക്കാണലിയൊക്കെ ഉള്ള പറമ്പ. അടിക്കാനാ? പാമ്പ് തിരിച്ച് നിന്ന് കൊഞ്ഞനം കുത്തിയിട്ടു. ആ, അത് ശരിയാ. എറിയാനാണോ? ഇവിടെ വന്നിട്ടുണ്ട് ചേട്ടായി. ആ അതെ അതെ. ആ, വെള്ളമൊക്കെ കോരാൻ പോകുന്നല്ലേ? ആ, വേണ്ടത് ഇവിടെ ഈ സൈഡിലാണ് നിൽക്കുന്നത്. ആ, കറി കുഴപ്പമില്ല. തീ കിടക്കുന്നു. മല്ലിയില പിന്നെ നമ്മളെ വെളിച്ചെണ്ണയിലല്ല, കറുകപ്പൊടി അതൊന്നുമില്ല, ഇഷ്ടം പോലെ ഉണ്ട് ഇതുണ്ട്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് അപ്പുറം ഓപ്പോസിറ്റ് വീടില്ലേ, ആ വീട്ടിലെ പറമ്പിലാണ്. അവിടെ നമുക്ക് കുറച്ച് ജാതിക്കയുടെ തൊണ്ട് പറക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് വേണത് അവിടെ. അടിപൊളി. ആ, അത് പുളിയാ, കൊടംപുളി. ഇവിടെ ആടുണ്ട്, പശുവുണ്ട്, പൂച്ചയുണ്ട്, അയ്യോ കോഴിയുണ്ട്. അയ്യോടാ വിതുമ്പുന്ന ചേച്ചി. ഓ അച്ചാച്ചേ വിളിച്ചേ. ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ ലഹരിയിലാണ് ഇട്ടിട്ടുണ്ട്. മൊത്തം ചീത്ത ഒരു വാഴക്കൊല്ലമ്മ. പിന്നെ മൂത്ത് പൈസ കുടിച്ചു. കപ്പളത്തിന്റെ എന്തിനാ? കപ്പളത്തിന്റെ ഇല കറി വെക്കാനോ? അതെങ്ങനെയാ അവിടുന്ന് പറിക്കുന്നേ? കിളിന്റെ ഇല എന്ത് കപ്പളങ്ങരയാ?
മൂത്തതിൻ്റെത്. രണ്ടുപേരും ഒരു കളർ സാരിയാണല്ലോ കൊടുത്തേക്കുന്നേ, യൂണിഫോം പോലെ. കറിവേപ്പില ഇത് ടോപ്പ് ശരിയാക്കി. അമ്മയ്ക്ക് പിന്നെ അങ്ങനെ ഒരു ഗുണം ഉണ്ടാകത്തില്ല, ചുമ്മാ എറിഞ്ഞിട്ടാലും ഉണ്ടാവും അമ്മ. ഞാൻ അടിച്ചോണ്ടാവും. ഞാനെന്നാൽ പറിച്ചിട്ട് പോയതല്ലേ എന്തോരം നോക്കിയപ്പോ അത് ഇന്നാൾ കുഞ്ഞു അന്നേരം കരിഞ്ഞിരിക്കുമല്ലായിരുന്നോ? അത് കഴിഞ്ഞ് ഞാൻ ഊരിക്കൊണ്ട് പോയതാണ്. പിന്നീട് കുത്തി പോയി പറിച്ചാലോ എന്തിനാ ഞാൻ എങ്ങനെയമ്മ പറയുന്നേ? കപ്പളത്തിന്റെ ഇല, എന്ത് മരുന്ന്? കപ്പളത്തിന്റെ ഇല മരുന്നുണ്ടാക്കാൻ. കുഞ്ഞിക്കപ്പളൊന്നുമില്ല. ഇല്ല, കുഞ്ഞിക്കപ്പളം ഇല്ല. കുഞ്ഞിക്കപ്പളം താഴെപ്പില്ലേ? താഴെ വീട്ടിൽ കാണുമേ. താഴെയില്ലേ കുഞ്ഞിക്കപ്പളം? അമ്മ താഴെ വീട്ടിൽ കാണുമേ കപ്പളോ? താഴെ വെട്ടിയില്ലല്ലോ. വീട്ടിൽ ചെല്ലട്ടെ, നാളെ ശരിയാക്കി തരാം, സമാധാനപ്പെട്. താഴെ വീട്ടിൽ കാണും. ഇവിടെ ഉണ്ട്, ബാബുവിന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നീ വരുമ്പോ അതിന് വരില്ലടി, ഞങ്ങൾ അങ്ങനെ അവിടത്തോട്ട് പോയി. ഒത്തിരി വഴിയായാലും വന്ന 2-3 വഴി ഞങ്ങൾ ചെറിയ ചാച്ചിക്ക് 2 വഴി ചാച്ചിക്ക് വഴമിട്ട് വേണ്ട ചാച്ചിക്ക്. ഞാൻ അത് തിന്നാ വീട്ടിലുണ്ടാകുന്നതല്ല, ഞങ്ങൾക്ക് ഒന്ന് ഇവിടെ വന്നിട്ട് ആച്ചമ്മ കാശ് കൊടുത്ത് മേടിച്ചില്ല. പക്ഷെ അടിയിൽ പഴുത്തു തുടങ്ങിയിട്ട് ആച്ചമ്മ, ചാച്ചമ്മയുടെ ആ ഭാഗം ആദ്യം പഴുക്കാൻ തുടങ്ങുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കയറി പോട്ടോ. ബൈബിളൊക്കെ ഉണ്ട്, അവർ വരുന്നുണ്ട് എല്ലാവരും കൂടി. അപ്പം മേളിൽ പോയി. വീട്ടിലൊന്നും ഇല്ലെങ്കിലും അല്ല കുഞ്ഞാ, കുഞ്ഞൻ സാറേ സുന്ദര, നീ പോടാ സുന്ദര. ഞങ്ങൾ പോകുകയാണ്. അതെ, പ്രാർത്ഥനയ്ക്ക് കയറി പോകട്ടെ. അതെ, എല്ലാവരും കുളിയൊക്കെ, എല്ലാവരും ഇല്ല, ചേട്ടൻ മാത്രം, ചേട്ടായും ചേച്ചി മാത്രം. ഞാൻ കുളിച്ചില്ല, ഞാൻ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട്. ഇവിടെ എന്നെ പ്രാർത്ഥന കേട്ടോ. അപ്പോൾ വിശപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അച്ഛന്മാർ, ബെന്നിയച്ഛനും പിന്നെ വേറൊരു അച്ഛനോടെ ഉണ്ടായിരുന്നു, അവരും കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എല്ലാവരും വന്ന ശേഷം പ്രാർത്ഥനയൊക്കെ ഒരു 8-9 മണിയോട് കൂടി അവസാനിച്ചു. ശേഷം ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ചിക്കനും അതുപോലെ തന്നെ അപ്പവും പൊറോട്ടയായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവാണ്, അച്ഛന്മാരും പിന്നെ വന്നവരെല്ലാവരും കൂടെ കൂടിയിട്ട്. അതിന് നമുക്കും പോകേണ്ടതുണ്ട്. നമുക്ക് നാളെ എനിക്ക് എറണാകുളം പോകണം, അതുപോലെ അമ്മച്ചിക്ക് ജോലിക്ക് പോകണം. അതുകൊണ്ട് ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പം ഞാൻ ഒരേ ഒരു പൊറോട്ട എടുത്ത് കഴിച്ചു. അപ്പം തീർന്നായിരുന്നു കേട്ടോ. എനിക്ക് പൊറോട്ട കഴിക്കുന്ന അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പൊറോട്ട കഴിച്ചു. പിന്നെ താഴെ വീട്ടിൽ പോയി. ഒരു മൂട മേടിച്ചാൽ മതി, ഒരു മൂട മേടിച്ചാൽ മതി. ചേർന്നുണ്ട്. വില
ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ നമുക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു. വേറെ ഒന്നുമല്ല, നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മ പുതുക്കൽ പോലെയാണ് നമ്മളോരോ വീട്ടിലും ഇങ്ങനെ പ്രാർത്ഥന വെക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടാൻ പറ്റിയതിലൊക്കെ നല്ല രീതിയിൽ എല്ലാം അവസാനിച്ചു. ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. എന്നെയും അമ്മച്ചീനെയും അതുപോലെ ചേച്ചീനെയും ചേട്ടായനെയും അന്നക്കുട്ടിയമ്മനും പിള്ളേരെയൊക്കെ കൂടെ കൂടിയിട്ട് നമ്മുടെ അച്ഛനാണ് വീട്ടിൽ കൊണ്ടാക്കിയത്. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കാറിൽ ഞങ്ങളെ കൊണ്ടാക്കി. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.